പണമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അവനത് അധികാരമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അവൻ സമ്പാദിച്ചത് തഖ്വയാണോ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം അതാണല്ലോ യഥാർത്ഥ സമ്പാദ്യം. അത് തഖ്വയാണ്. അല്ലാഹു കൽപ്പിച്ചതെടുക്കലാണ്, അല്ലാഹു വിരോധിച്ചതൊഴിക്കലാണ്. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവുമില്ലാതെ നല്ല മനസ്സോടെ ജീവിക്കലാണ്. അതോടുകൂടെ റബ്ബ് കൽപ്പിച്ചതൊക്കെ എടുക്കലാണ്, റബ്ബ് വിരോധിച്ചതൊക്കെ ഒഴിക്കലാണ്. ആ റബ്ബിന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഭൂമിയിൽ അവനെ കാണത്തന്നെ ജീവിക്കുന്നവനല്ലേ പാവപ്പെട്ട ഞാൻ. എങ്കിൽ എന്റെ റബ്ബ് കാണുന്ന വിധത്തിൽ തന്നെ അവൻ വിരോധിച്ചത് ഞാൻ ചെയ്താൽ, അവൻ കൽപ്പിച്ചതൊഴിച്ചാൽ എന്നെപ്പോലെ പരാജയപ്പെട്ടവരുണ്ടോ? ومن يبع عاجلا منه بعاجله يبن له الغبن في بيع وفي سلب. എല്ലാവിധത്തിലും ഇടപാടിൽ നഷ്ടം വരുത്തിയവൻ ആരാണ്? പാരത്രീക ലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാതെ, വാങ്ങിക്കൂട്ടാതെ, വാരിക്കൂട്ടാതെ ഇവിടെയുള്ള ലോകത്തിലങ്ങ് ലയിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചിലപ്പോൾ കാണാറില്ലേ, തലമറക്കാതെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ, മാറ് മറക്കാതെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ, സുബ്ഹാനല്ലാഹ്, ശരീരം മറക്കാതെ അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ. ഈ അടുത്തൊരു ഇലക്ഷൻ നടന്നല്ലോ, സുബ്ഹാനല്ലാഹ്, റിസൾട്ട് ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല. പടച്ചവനറിയാം, നമുക്കാർക്കും അറിയില്ല. ഓരോരുത്തരും വീമ്പിളക്കുന്നവരുണ്ടാകാം, പലരും പേടിച്ച് വിറക്കുന്നവരുമുണ്ടാകാം. നമ്മൾ രാഷ്ട്രീയക്കാരല്ലല്ലോ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ പടച്ച റബ്ബേ, എന്നും ഇന്ത്യ രാജ്യത്ത് സമാധാനത്തോടെ സർവ്വമതക്കാർക്കും ജീവിക്കാനുള്ള സംവിധാനം നീ ഉണ്ടാക്കിത്തരണം അല്ലാഹ്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. കൊടുക്കുന്ന റബ്ബ് രാജാവാണല്ലോ, രാജാവായ റബ്ബാണല്ലോ. എല്ലാവരുടെ മനസ്സും റബ്ബിന്റെ നിയന്ത്രണത്തിലാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഇന്ന് നല്ല മനസ്സുള്ളവൻ നാളെ ചീത്തയായി കൂടാ എന്നില്ല, ഇന്ന് ചീത്ത മനസ്സുള്ളവൻ നാളെ നന്നായി കൂടാ എന്നില്ല. യാ മുസറിഫൽ ഖുലൂബ്, ഹൃദയത്തെ തിരിക്കുന്ന അല്ലാഹ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? മനുഷ്യന്റെ ഖൽബ് എന്നാണല്ലോ അറബിയിൽ ഹൃദയത്തിന് പറയുന്നത്. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഇന്ന് നല്ലത് ചിന്തിക്കുന്നവൻ നാളെ മോശമായത് ചിന്തിച്ചെന്ന് വരാം, ഇന്ന് മോശമായത് ചിന്തിക്കുന്നവൻ നാളെ നല്ലത് ചിന്തിച്ചെന്ന് വരാം. ആരുടെയും അധികാരത്തിലല്ലല്ലോ മനുഷ്യന്റെ മനസ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ, ഗുരുവര്യന്മാരുടെ പരമ്പരയിൽ വരുന്ന വലിയ മഹാനാണ് സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ഗുരുവര്യരാണ് സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഉസ്താദാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ടൈഗ്രീസ് നദിയുടെ തീരത്തൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു, ശൈഖവറുകളെ, അങ്ങകലയതാ കുറെ ചെറുപ്പക്കാര് തമ്മാടിത്തം ചെയ്യുന്നു, തോന്നിവാസം ചെയ്യുന്നു, അവര് കൂത്താടുകയാണ്, തുള്ളിക്കളിക്കുകയാണ്. അവരിങ്ങനെ മുന്നോട്ട് പോയാൽ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പിഴച്ചു പോകും. അതുകൊണ്ട് അവരെ അല്ലാഹു തആല നശിപ്പിക്കാൻ വേണ്ടി അതാ ടൈഗ്രീസ് നദിയിൽ വെള്ളം കയറിയിട്ട് അവര് മുഴുവനും വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകാൻ വേണ്ടി അവിടുന്ന് ഒരു പ്രാർത്ഥന നടത്തണേ.
മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ കൈ ഉയർത്തിക്കോളൂ. കൈ ഉയർത്തിയാൽ പോരാ, നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. പടച്ചവനോട് ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. വമജ്തമഅ മലഉൻ ഫയദ്ഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. കൂട്ടുപ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു തആല ഉത്തരം കൊടുക്കുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നത്. നിങ്ങളൊക്കെ ഒരു കൂട്ടുപ്രാർത്ഥന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിന് വലിയ മഹത്വമാണല്ലോ. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നത് വലിയ വലിയ മഹാന്മാരെ പതിവാണല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരിൽ രണ്ടാമനാണല്ലോ. ഏത് ഖുതുബുകളാകട്ടെ, ഏത് ഔലിയാക്കളാകട്ടെ, ഏത് ആലിമീങ്ങളാകട്ടെ, അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഖുതുബ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണല്ലോ. പിന്നെ രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ. സുഹൃത്തുക്കളെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴ കിട്ടാത്ത സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത് ഹദീസിലില്ലേ? സ്വന്തത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ദുആ ചെയ്തിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ദുആ ചെയ്തിട്ടുണ്ട്. വ്യക്തികളെ തവസ്സുലാക്കി ദുആ ചെയ്യാമെന്നതിന് ആ ഹദീസ് തെളിവാണ്. അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്. എന്നാൽ ആ ഹദീസ് വിവരിക്കുന്ന സ്ഥലത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടെന്നും രേഖപ്പെടുത്തിയത് കാണാം. എന്തേ ഉമർ ഇബ്നുൽ ഖത്താബ് സ്വന്തം ദുആ കൊണ്ട് മാത്രം മതിയാക്കാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി രക്തബന്ധമുള്ള ആളാണ്. നബി തങ്ങളുടെ ഉപ്പാപ്പയിൽ നിന്ന് തന്നെ വന്ന മകനാണ്. സ്വന്തം ബാപ്പയുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുബൈത്തിൽപ്പെട്ടവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന പതിവ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, നമ്മൾ തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് നല്ല സ്വഭാവമാണ്.